നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒരു ഇലാസ്റ്റിക് സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിൽ ഞാനൊരു ബോയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ബോ ഉണ്ടാക്കാൻ വേണ്ടി സാറ്റിൻ റിബണിൻ്റെ ഒരു പീസ്, ചെറിയ പീസ് നമുക്കിഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ അളവ് പറയാത്തത്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ നൂലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് സെൻറ്ററിൽ മടക്കി വെച്ചിട്ട് ആ സെൻറ്ററിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒരു കറക്റ്റ് പോയിൻ്റ് കിട്ടും. അതിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഈ രണ്ട് സൈഡും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ വേറെ ഒന്നുകൂടെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുമ്പോൾ അളവ് ആദ്യം ഉണ്ടാക്കിയതിനേക്കാളും കുറച്ച് കൂടെ കുറഞ്ഞ അളവിലെടുത്തിട്ട് ഒരു ബോയ് കൂടെ ഉണ്ടാക്കിയിട്ട് അത് രണ്ടും കൂടെ ഇതേപോലെ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ടെടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു കുഞ്ഞു ബോ ആയിട്ട് കിട്ടും. അത് ഒറ്റ ബോ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, രണ്ടെണ്ണം ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മുടി കെട്ടുന്ന ഇതേപോലത്തെ ബാൻഡ് വാങ്ങിക്കാൻ കിട്ടും. കറുപ്പ് കളറിലും ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ അത് ഇതേപോലെ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് 2 എണ്ണം വേണം. ഈ 2 എണ്ണവും അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് സാറ്റിൻ റിബൺ എടുക്കുക. അത് ഏത് കളർ വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് അത് കുറച്ച് കൂടുതൽ നീളത്തിൽ തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ ഈ 2 നമ്മൾ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡല്ല അതിൻ്റെ ഉള്ളിലും കൂടെ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ആ സാറ്റിൻ റിബൺ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഓരോന്നിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ആയിട്ട് ഇങ്ങനെ നമ്മൾ മുടി മെടയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി ടൈറ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ അടുപ്പിച്ച് ആക്കിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വലിച്ച് പിടിക്കുമ്പം ആ ഉള്ളിലുള്ള ബാൻഡിൻ്റെ കളറ് പുറത്തേക്ക് കാണും. ഈ സാറ്റിൻ റിബൺ ഇങ്ങോട്ട് അകന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ മടഞ്ഞ് എടുക്കുമ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഈ സ്റ്റിച്ചുകളിങ്ങനെ അടുപ്പിച്ച് ആക്കിയിട്ട് കയറ്റി കൊടുക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റും മടഞ്ഞ് എടുക്കുക. എന്നിട്ട് ലാസ്റ്റിലെത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബോ ഇല്ലേ, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബോ ഇല്ലേ, ആ ബോ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതില്ലാതെ നമുക്കൊരു ചെറിയ കെട്ട് പോലെ കെട്ടിയിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബോ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു ഗ്ലൂ ഇട്ടിട്ട് അത് ആ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബോയുടെ 2 സൈഡിലും കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന ആ സാറ്റിൻ റിബൺ ഈ ബോയിനെയും ചുറ്റിയിട്ട് ഒന്ന് കെട്ടിയെടുക്കുക. അവിടെ ഒരു കെട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഗ്ലൂ ഇട്ടും കൊടുക്കാം. ഞാനിവിടെ 2 എൻഡും കൂടെ കൂട്ടിയിട്ട് 2 ഭാഗവും കൂടെ കൂട്ടി ഗ്ലൂ ഇട്ട് കൊടുക്കുക ചെയ്ത്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കുറച്ച് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ ഇങ്ങനെ ചരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെയും ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. കാരണം ആ നൂലിങ്ങനെ വലിഞ്ഞ് വരാതിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സാറ്റിൻ റിബൺ കൊണ്ടുണ്ടാക്കിയ സ്ക്രഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയാണ് ചെയ്യാൻ. എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്